നാടൻ കരിമീൻ ഒന്ന് നോക്കിക്കോ. കണ്ടോ, പച്ച മഞ്ഞ കറുപ്പ് കളറ് ഈ മീൻ കണ്ടോ. കണ്ടില്ലേ നോക്കിയേ, കണ്ടോ ഒരു വെള്ളയും കൂടി കളറുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഞാൻ ഇപ്പൊ ഒരു 3 കിലോ കരിമീൻ മേടിച്ചോന്നു. അപ്പൊ നമ്മളിത് കൊണ്ടു കൊടുത്തിട്ട് ഭാര്യമാർക്ക് പണി ഉണ്ടാക്കി കൊടുക്കല്ലേ ചെയ്യാം. അത്യാവശ്യം ഒന്ന് സഹായിച്ചു കൊടുക്കാം. കണ്ടോ, ഇതൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിലേ, ഇത് വൃത്തിയാക്കണമെങ്കിൽ എനിക്ക് വെറും അരമണിക്കൂർ വേണ്ട, എന്നാലും അരമണിക്കൂർ കൂട്ടിക്കോ. ഭാര്യ ആണെങ്കിലോ 2-3 മണിക്കൂർ കൊടുക്കും. ഇതപ്പോൾ വൃത്തിയാക്കണതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അവള് വരും. അവള് വന്നിട്ട് ഒരു 2-3 കൊണ്ടായിട്ട് വറുത്ത് ശരിയാക്കി വയ്ക്കും. അതൊക്കെ എനിക്കറിയാം. കൊല്ലം കുറെ ആയില്ലേ ഭാര്യനെ കാണുന്നത്. സബിതയ്ക്ക് അറിയാം എൻ്റെ ഭക്ഷണ രീതിയൊക്കെ. അതുകൊണ്ടാ ഞാൻ ഇതൊക്കെ ഒരു 2-3 എടുത്തിട്ട് പെട്ടെന്ന് വൃത്തിയാക്കിയിട്ട് വെക്കും. ഇവന്റെ ചെതമ്പല് കളഞ്ഞു. അത് കഴിഞ്ഞിട്ടുണ്ടോ തലയുടെ അവിടുത്തെ ചെകിള വെട്ടിക്കളയും. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ പകുതി കളയും. അതുകൊണ്ട് കണ്ടോ ആളിതേ ഒരു 3 മൺചട്ടി കൊണ്ടുവന്നു എടുത്ത് റെഡിയാക്കി കൊണ്ടുപോവാണ്. അപ്പൊ ഈ മൺചട്ടിയിൽ വെച്ചാണെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് കുറച്ച് നേരം ഇരുന്നാലും ഈ മീൻ കേടുവരില്ല. മൺചട്ടി ആയതുകൊണ്ട് ഇതിന് ചെറിയൊരു തണവ് കിട്ടും, നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന പോലെ തന്നെ. അതെ, 3 കരിമീൻ എടുത്ത് വറക്കാൻ വെക്കാൻ ആള്. ഇതൊക്കെ എനിക്ക് കഴിക്കാനാണ്, മക്കൾക്കൊക്കെ ഇനി വേറെ വറുത്ത് വയ്ക്കും. കണ്ടില്ലേ, ഇതൊക്കെ ഫ്രൈ ആയി. ഇനി എൻ്റെ പണി കഴിയുമ്പോഴേക്കും സാധനം റെഡിയാ. ഇത് കണ്ടോ, ഇല ഇട്ടാ ഇല ഇടുമ്പോളേ ആളെ കണ്ട് ഇല ഇടണമെന്ന് നമ്മൾ സദ്യക്ക് പോകുമ്പോൾ പറയും. ആളെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കുന്ന ആളാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ല വലിയ ഇല ഇട്ട് തുടങ്ങണം. കണ്ടോ, അതുപോലെ തന്നെ എൻ്റെ ഭാര്യ കണ്ടോ സബിത വലിയ ഇല കഴിച്ചു കൊടുന്ന് വെക്കണം. കണ്ടോ, ഇതിൽ കരിമീൻ വറുത്തുണ്ട്, കടലുപ്പേരുണ്ട്, പച്ചക്കായ ഉപ്പേരുണ്ട്, പിന്നെ തക്കാളി സവാളയൊക്കെ ഒരു കൂട്ടിന് ഇതൊക്കെ വെച്ചേക്കാണ്. അപ്പൊ ഈ നമ്മൾ സദ്യക്ക് പോകുമ്പോ പറയേ ആളെ കണ്ട് ഇലയിടണം. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ആളെ കണ്ടറിഞ്ഞ് വിളമ്പണം എന്ന് പറയും. ആൾക്കാർ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയണം. അതായത് വിളമ്പുകാരൻ അത് ആളെ കണ്ട് വിളമ്പി കൊടുത്തോളണം. അതാണ് കണ്ടോ. പിന്നെ സദ്യക്ക് പോകുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാണെങ്കിൽ എത്ര മുതലാളി ആയാലും വേണ്ടില്ല, ഈ പന്തലുണ്ടല്ല, ഭക്ഷണം കഴിക്കാൻ പന്തലിൽ നിന്ന് പോകുമ്പോൾ ഈ ഇല എടുത്ത് കൊണ്ടുപോകണം. അതൊക്കെയായിരുന്നു പണ്ട് കാലത്തെ സിസ്റ്റം. ഇന്നിപ്പോൾ ചിലയിടത്തൊക്കെ പറയും ഇല എടുക്കേണ്ട ചേട്ടാന്ന് പറയും. കാരണം അവരൊക്കെ 5000-10000ത്തിൻ്റെ ഡ്രസ്സുകളിട്ടാണ് വന്നത്. അപ്പം അതുമ്മയൊക്കെ ഈ ചാറും ഇതൊക്കെ ആവണ്ടെന്ന് കരുതിയിട്ടാണ് അവർ പറയുന്നത്. പണ്ടങ്ങനെയല്ല, എല്ലാവരും ഇലയും കൊണ്ട് പൊക്കാവെന്ന് പറയും. കണ്ടോ.